everybody. Welcome to our Onam Trivia Q&A. Welcome to our Onam Q&A. ശരി. അപ്പൊ Q&A തുടങ്ങാം നമുക്ക്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി വഴി കുറച്ച് Q&A ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കുറെ ക്വസ്റ്റ്യൻസ് കിട്ടി കഴിഞ്ഞു. അപ്പം അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു Q&A ഓണം സെഷൻ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് മാരേജ് ആയിരുന്നോ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ എന്നുള്ള ഒരു ചോദ്യമാണ്. ഞങ്ങൾ ഒരു ടിപ്പിക്കൽ Q&A ആയിരിക്കും. ഹസ്ബൻഡിന്റെ അടുത്ത് ആൻസറിന് കറക്റ്റ് ചോദ്യം മാത്രം കിട്ടും. വേറെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ പിള്ളേരുടെ അടുത്ത് തന്നെ ചോദിക്കേണ്ടി വരും. ഓക്കെ, വേറെ എന്തെങ്കിലും ലവ് മാരേജ് അറേഞ്ച്ഡ് മാരേജ് അറിഞ്ഞൂടാ? ഞാൻ പറയാം. സോ ഗൈസ്, ഇതാണ് ശരിക്കും പറഞ്ഞ സംഭവിച്ചത്. നമ്മൾ രണ്ടുപേരും കല്യാണത്തിന് മുമ്പേ ചെന്നൈയിൽ ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. കണ്ടിട്ടൊന്നും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോഴത്തേക്കും സംഭവിച്ചതെന്ന് പറഞ്ഞാൽ മാട്രിമോണിയൽ സൈറ്റിൽ പരസ്യം കൊടുക്കുമല്ലോ. ഇപ്പോഴൊന്നും അതൊന്നും ഇല്ലെങ്കിലും പണ്ടൊക്കെ അങ്ങനെയാണ്. പണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് പണ്ട്. അപ്പം എന്ത് സംഭവിച്ചു? അപ്പൊ ഇങ്ങനെ മാട്രിമോണിയൽ സൈറ്റിൽ പരസ്യം കണ്ടിട്ട് വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ഒക്കെ ചെയ്ത് എല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് എന്റെ വീട്ടുകാരുടെ അടുത്ത് വന്നു. ഞങ്ങളുടെ വീട്ടുകാർക്ക് ഇങ്ങോട്ടാണ് കേട്ടോ വന്നത് എൻക്വയറി വെച്ച്. അപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞാൽ ഓക്കെ ശരി എന്നാ ഓക്കെ. അപ്പൊ എന്താ വീട്ടുകാർ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടുകാരെല്ലാം ഫുള്ളി ഫിക്സ് ചെയ്യും. പിന്നെ നമ്മളുടെ അടുത്ത് പറയുള്ളൂ. നമ്മൾ അതിനെ കടത്തി വെട്ടിയ ടീംസ് ആണെന്ന് വീട്ടുകാർക്ക് അറിഞ്ഞിട്ടില്ലോ. നമ്മളപ്പോ അതൊക്കെ ചെന്നൈയിലൊക്കെ വെച്ച് കണ്ടുകൂട്ടി 6 മാസം ഫുൾ കംപ്ലീറ്റ് ഡേറ്റിംഗ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കെട്ടിയത്. സോ ബേസിക്കലി ഒരു അറേഞ്ച്ഡ് പറയാം. ആക്ച്വലി ലവ് മാരേജ് അല്ല, അതല്ലേ പറഞ്ഞത്. വീട്ടുകാർ ഓൾറെഡി സെറ്റ് ആക്കി തന്ന് അതിന് പിന്നെ കലാപരിപാടിയാണ് നമ്മൾ തന്നെ അറേഞ്ച് ചെയ്തു. അപ്പൊ ലവ് മാരേജ് അല്ലേ? അപ്പൊ ലവ് ആയാലേ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇല്ലേ? എനിക്ക് പറ്റുമോ കല്യാണം കഴിക്കാൻ? അതാണ്. അപ്പൊ ഹസ്സിന് ഏറ്റവും ഇഷ്ടമുള്ള ചേച്ചിയുടെ സ്വഭാവം, അതായത് താങ്കൾക്ക് എന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്വഭാവം എന്താണ്? നീ പറ. അച്ഛൻ എന്റെ ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവം ഏതാണ്? ഞാൻ ഫൈറ്റ് ചെയ്യാതിരിക്കുന്ന സ്വഭാവമല്ല, അതൊരു നേച്ചറാണ്. സ്വഭാവം ഏറ്റവും ഇഷ്ടമുള്ള എന്റെ സ്വഭാവമാണ് ചോദിക്കുന്നത്. ഇത്ര സമയം എടുക്കാൻ പാടില്ല. ഇൻസ്റ്റാഗ്രാം നോക്കിയിരിക്കുന്നത് ആ സമയം ശല്യമില്ല. അതെന്റെ ജോലിയാണ്. സോറി, അതെന്റെ സ്വഭാവമല്ല. സോറി, നോട്ട് സാറ്റിസ്ഫൈഡ്. സൈലന്റ് ആക്കി വെക്കാം. ആമയെ പോലെ പോണ ഈ പരട്ട Q&A. അച്ഛൻ്റെ അടുത്താണ് ചോദിച്ചത്. സീരിയസ്ലി കം ഓൺ. ഇത്ര സമയം എടുക്കാൻ പാടില്ല. എന്തോ ഞാനാണെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് പറയും എന്താണ് ആൻസർ. എനിക്ക് എന്റെ അടുത്തല്ല. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹസ്ബൻഡിന്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ പെട്ടെന്ന് അത് തീരുമാനിച്ചത് നടപ്പിലാക്കും. അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവമാണ്. സീരിയസ്ലി കം ഓൺ. എന്താണ് ഏറ്റവും ഇഷ്ടം? അങ്ങനെ എടുക്കുന്ന തീരുമാനം പെട്ടെന്ന് യെസ് എന്ന് പറഞ്ഞ് സമ്മതിച്ചു. അയ്യോ, ഞാൻ തന്നെ ഇട്ട് കൊടുത്ത് ഞാൻ തന്നെ ആൻസർ മേടിച്ചു. നീ അങ്ങനെ പറഞ്ഞു. നീ അതാണ്. അപ്പൊ ഞാൻ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന എന്റെ സ്വഭാവം. ഓക്കെ, ദാറ്റ് മേക്സ് സെൻസ്. ഇപ്പോൾ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? നീയാ? 16. ജനുവരി ആവുമ്പോ 16 ആവും. ചർമ്മം കണ്ടാൽ പറയാൻ തോന്നുകയില്ല എന്നുള്ള കമന്റ്സ് നിരോധിച്ചിരിക്കുന്നു. അടുത്തത് 16 കഴിഞ്ഞില്ല. ഇനി ജനുവരി 16 ആവാൻ പോകുന്നത്. അല്ല, 17 ആണ് ആവാൻ പോകുന്നത്. സോറി, കണക്കിൽ ഞാൻ പണ്ടേ കുറച്ച് നല്ല ഫ്രണ്ടിലോട്ടാണെങ്കിലും പ്രായോഗിക കണക്കിൽ വളരെ മോശമാണ്. ഹൗ ഓൾഡ് ആർ യു ബോത്ത്? നീ പറഞ്ഞ എനിക്ക് എത്ര വയസ്സ്? അമ്മയ്ക്ക് 39. ഓക്കെ. അച്ഛന്? അച്ഛൻ 45. I mean 44. Amma is 39 and a half. Acha is half അല്ല, അടുത്ത മാസം 40 ആവും. പിന്നെ അടുത്ത മാസം 44. അച്ഛൻ 50. 44. നീ ഒറ്റയായിട്ട് പറഞ്ഞല്ലേ? ശരി, ക്ഷമിക്കും. Are you
you related to Shazam? ഒരു റിലേഷനും ഇല്ല. Who's Shazam? ഷസാം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം സ്ലാങ്ങിൽ മറ്റേ ഗാഡ്ജറ്റ് ഒക്കെ റിവ്യൂ ചെയ്യണ ഒരു മനുഷ്യനില്ലേ? അയ്യോ എല്ലാം പോയി അത് ഞാൻ കട്ട് ചെയ്തോ. പറയാൻ പറ്റില്ല. എന്തോന്ന് എൻ്റെ അച്ഛനോട് ജോലി ഇടയ്ക്ക് പറ്റുന്ന പോലെ അങ്ങ് ഡയലോഗ് അടിച്ച് വിടുന്നുണ്ടെങ്കിലും അല്ലേ. എന്റെ അച്ഛന് ഇവിടെ തന്നെ ആയിരുന്നു ജോലി. യു എവർ ഫേസ്ഡ് ഫെയിലിയേഴ്സ് ഇൻ ലൈഫ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ഒരു ഫെയിലിയർ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും എൻ്റെ ലൈഫിൽ ഏറ്റവും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പ്രൊഫഷണൽ ലൈഫാണ്. ഓവർ ഒരു 10 years ഞാൻ എന്തോ ചെയ്യാൻ വേണ്ടി ചെയ്ത് പൈസയ്ക്ക് വേണ്ടി ജോലി ചെയ്തിട്ട് കഷ്ടപ്പെട്ട് വീട്ടിൽ കഷ്ടപ്പെട്ട് സഹിച്ച് ചെയ്യുന്നു. ആ ഒരു ഫെയിലിയർ ഞാൻ പറയില്ല, സാറ്റിസ്ഫൈഡ് അല്ലാത്ത. ഇനി അടുത്ത ആളിലേക്ക് പോകും. ഫെയിലിയർ മാത്രം ഫേസ് ചെയ്തിട്ടുള്ള ആളുകൾ ഉത്തരം കേൾക്കട്ടെ. ഹാവ് യു ഫേസ്ഡ് ഫെയിലിയർ? പ്ലീസ് എക്സ്പ്ലെയിൻ. ലൈക്ക് സിനാരിയോസ്. എഞ്ചിനീയറിംഗ് കോളേജ് ഫെയിലിയർ. എത്ര സപ്ലൈ ഉണ്ടായിരുന്നു? 25 സപ്ലൈ. 25 സപ്ലൈ പാസ്സാവാൻ എത്ര നാളെടുത്തു? 1.5 വർഷം. അപ്പൊ 25 സപ്ലൈ പാസ്സാവാൻ നേരത്ത് എത്ര മാർക്ക് സ്കോർ ചെയ്യേണ്ടി വന്ന് പാസ്സാകാൻ? കാരണം ഇന്റേണൽസ് കാണുമല്ലോ. ഇത്ര 5ഉം 10ഉം ഒക്കെ. അപ്പൊ ഫെയിലിയേഴ്സ് എങ്ങനെ വന്നാൽ എങ്ങനെ ഫേസ് ചെയ്യാം? ഇഷ്ടംപോലെ ഫെയിലിയർ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളെന്നത് എങ്ങനെ ഈ സപ്ലികളെല്ലാം പാസ്സായി അല്ലെങ്കിൽ എങ്ങനെ ജീവിതത്തിലേക്ക് മുന്നേറാം എന്നുള്ള ഒരു സജഷൻ പ്രേക്ഷകർക്ക് പ്ലീസ് ഒന്ന് പറഞ്ഞു കൊടുക്കൂ. കമോൺ ഗൈസ്, എന്തെങ്കിലും ഒരു വർത്തമാനം ഈ മനുഷ്യന്റെ വായന വരുമെന്ന് ഈ 10 മിനിറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. 1-2% വാക്കുകൾ കൂടുതലൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ബട്ട് ഈ ക്യാമറ അടച്ചു വെക്കുകയാണെങ്കിൽ വാ അടച്ചു വെക്കുകയില്ല. അതാണ് ഒരു പ്രശ്നം. ഓക്കെ, എന്തായാലും ഹബി ചേച്ചിയെ പോലെ ബബ്ലി ആണോ നിങ്ങളുടെ ഫാമിലി ടൈമിൽ? ഹബി ഇതാണ് ഹബി. അപ്പൊ ഹബി ഫാമിലി ടൈമിൽ എന്നെ പോലെ ബബ്ലി ആണോ? അത് പിള്ളേർ പറയട്ടെ. ബബ്ലി തന്നെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചാടി നിൽക്കുന്ന ഒരാളാണെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. അപ്പൊ വീട്ടിൽ ശരിക്കും എന്താണ് സംഭവിക്കണേ എന്നുള്ളൊരു കാര്യം പറ. അച്ഛന് ഞാൻ എന്താണ് വീട്ടിൽ അച്ഛനെ കറക്റ്റായിട്ട് പറയാൻ പറ്റും. പിന്നെ അച്ഛൻ ബബ്ലി. അച്ഛൻ എന്തുകൊണ്ടാണ് വീട്ടിൽ ബബ്ലി? കാരണം സ്നാക്സ് കഴിക്കാൻ ലറ്റിയും നമ്മളെ വേറെ വഴക്ക് പറയും. നമ്മുടെ ഹോംവർക്ക് ചെയ്യിപ്പിക്കുമ്പോ നല്ലതായിട്ട് പഠിപ്പിക്കും. ഞാൻ നല്ലതായിട്ട് പഠിപ്പിക്കും. അമ്മ ഭയങ്കര അമ്മ ഭയങ്കര ആംഗ്രി, അച്ഛൻ ഭയങ്കര സോപ്പ് അല്ലേ? അച്ഛൻ ഭയങ്കര സോപ്പ്, അമ്മ ആംഗ്രി. ഇതാണ് സുഹൃത്തുക്കളെ. അല്ലെങ്കിൽ അമ്മമാർക്കാണല്ലോ എവിടെയും കുറ്റം. അത് പോട്ട്. അടുത്തത് Okay, as the main question CP എടുത്താണ്. Is farming profitable? Do you support youth to take up farming as a profession? ഇതിനെങ്കിലും ഒരു നല്ല ഉത്തരം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് പ്രോഫിറ്റബിൾ ഒന്നുമല്ല. അപ്പൊ പറ, do you support youth? Do you support youth? Do you support? പ്രോഫിറ്റബിൾ ആണെങ്കിൽ അതിൻ്റെതായ ലാൻഡ് വേണം, நிறைய പെസ്റ്റിസൈഡ്സും കെമിക്കൽസും വിഷവും യൂസ് ചെയ്യേണ്ടി വരും. നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ഓർഗാനിക് ഫാമിംഗ് ആണ് ചെയ്യുന്നത്. നമുക്കൊരു പ്രോഫിറ്റ് ഒന്നുമില്ല, നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയുള്ളത് മാത്രമേ. ബട്ട് ഡു യു സജസ്റ്റ് യൂത്ത് ടു ടേക്ക് ഇറ്റ് ആസ് എ പ്രൊഫഷൻ എന്നാണ് ചോദിക്കുന്നത്. സൈഡ് പ്രൊഫഷൻ, മെയിൻ ജോലി വേണം, സൈഡിലൂടെ ഫാമിംഗ് എപ്പോഴും വേണം. എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്ന് ഒരാൾ ചോദിച്ചിരിക്കുന്നുണ്ട്. ഫ്യൂച്ചർ പ്ലാൻ എനിക്ക് യൂട്യൂബിൽ 1 million അടിക്കണം എന്നുള്ളതാണ് എന്റെ ഫ്യൂച്ചർ പ്ലാൻ. എന്താണ് നിങ്ങളുടെയൊക്കെ ഫ്യൂച്ചർ പ്ലാൻ? പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. സാറിന്റെ ഫ്യൂച്ചർ പ്ലാൻ? പിള്ളേർക്ക് അങ്ങനെ കാണുന്നില്ല, അത് നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. ബട്ട് അബൌട്ട് യു? ഫ്യൂച്ചർ പ്ലാൻ ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മളെ ഹാപ്പി ആയിട്ടിരിക്കുക, അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുക. എന്ത് ശരിക്കും നീ ഇതൊരു നല്ല പ്ലാനാണ് സുഹൃത്തുക്കളെ. അധികം ഫ്യൂച്ചറിലോട്ടൊന്നും ആലോചിക്കരുത്. ഈ മൊമെന്റ് എൻജോയ് ചെയ്യുക. കേട്ടില്ല. ഈ മൊമെന്റ് എൻജോയ് ചെയ്യുക. അതൊരു അടിപൊളി പ്ലാനാണ്.
അപ്പം അടുത്തത്, ചേച്ചി ഇനി എബ്രോഡ് പോകുന്നില്ലേ, അതോ കുട്ടികളുടെ സ്റ്റഡീസ് ഒക്കെ ഇവിടെ ആയിട്ട് ഇന്ത്യയിൽ തന്നെ സ്റ്റേ ചെയ്യുകയാണോ? ഇപ്പം എന്തായാലും ഇവിടെ നമ്മൾ ഹാപ്പിയാണ്, സെറ്റാണ്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ എന്തായാലും സാറിന്റെ പ്ലാൻ എന്താണെന്ന് കൂടെ അറിയാം. എന്തായാലും ഒരിടത്ത് സെറ്റിൽ ചെയ്യില്ല. പിള്ളേരൊക്കെ വലുതായി ഡേറ്റിംഗ് ടൈമൊക്കെ ആവുമ്പോ നീ ഡേറ്റ് ചെയ്യോ? അപ്പൊ അവൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്, ഡേറ്റ് ചെയ്താൽ കൊള്ളാല്ലേ, കുറച്ചൊക്കെ കൊള്ളാല്ലേ? നീ എന്തായാലും വേണ്ട. അപ്പൊ ഡേറ്റിംഗ് ടൈം ആവുമ്പോ എന്ത് ചെയ്യും? അങ്ങോട്ട് പോവാം. ഡേറ്റിംഗ് റെഡി ആയിക്കോട്ടെ. അപ്പൊ ഇത്രയാണ് നമുക്ക് വന്ന കുറച്ച് നല്ല നല്ല ക്വസ്റ്റ്യൻസ്. നല്ല സോറി ഗൈസ്, അലർജിക്ക് എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യൂ. ഡോക്ടേഴ്സിനെ ഇനി കാണാൻ നമ്മളൊന്നുമില്ല, വേറെ ഫുൾ ടൈം അലർജി പ്രശ്നങ്ങളാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കുറച്ചൊക്കെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയതല്ലേ? വേറെ എന്തെങ്കിലും പറയാനുണ്ടായി? എന്തെങ്കിലുമൊക്കെ സജഷൻസ് ആൻഡ് നമ്മൾ പ്രതീക്ഷിച്ചല്ലോ ഉത്തരം. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഹാപ്പി ഓണം.